എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഓർമ്മപ്പെടുത്തലുകളാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. എടാ, കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷ നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് അത് 3 വർഷം കൂടുന്തോറും ഇങ്ങനെ പരീക്ഷകൾ നടക്കുകയും കോളുകൾ വരികയും ചെയ്യും. എന്തുകൊണ്ടാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ ഇത്രയും ഗ്ലാമറസ് ആയി പോകുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് തുടക്കത്തിൽ എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടും. നമ്മുടെ ലക്ഷ്യം ജോലിയല്ലേ. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണം. എനിക്ക് ഒരുപാട് കഷ്ടപ്പെടാൻ വയ്യ, എത്രയും പെട്ടെന്ന് ഒരു ജോലി വാങ്ങിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആ പോകുന്ന ആ ഒരു ഡയറക്ഷനിലെ ഒരു തരത്തിലുള്ള വെല്ലുവിളികളും നിങ്ങൾക്ക് നേരിടാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ചോദിക്കാവുന്നതാണ്. അധ്യാപകരുടെ ഗൈഡൻസ് വാങ്ങിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം. ഈ ഒരു പരീക്ഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നറിയോ? ഒരു 3000 മുതൽ 3500 വരെയൊക്കെ നിയമനങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. മാത്രമല്ല, ഈ കമ്പനി ബോർഡ് LGSന്റെ ആദ്യ റാങ്കുകളിൽ വരുന്ന കുട്ടികളൊക്കെ അവർ NJD വാങ്ങിച്ചുകൊണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അടുത്ത LD പോലുള്ള പരീക്ഷകൾക്ക് പോവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ റാങ്ക് ഒരു അല്പം മോശമാണെങ്കിൽ പോലും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചോ, ഉറപ്പിക്കാൻ ജോലി. 2027-2028 കൂടി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ കമ്പനികളിലോ ബോർഡുകളിലോ കോർപ്പറേഷനുകളിലോ നിങ്ങൾ LGS ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് തസ്തികയിൽ ജോലിയിലേക്ക് പോകുന്നു. ആ വളരെ നല്ല സുന്ദരമായ ഒരു നിമിഷത്തെ കുറിച്ച് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു എയിം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ബെറ്റർ ജോലിയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് 100% എഫോർട്ട് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ മുമ്പിൽ ഇത് തന്നെ വന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഇനി ഇതുപോലൊരു സാധ്യത വരണമെങ്കിൽ 3 വർഷം കഴിയണം. നമ്മുടെ കരിയറിലെ ആ വിലപ്പെട്ട 3 വർഷം കളയണോ, അതോ നിങ്ങൾക്ക് ആ 3 വർഷം സർവീസായിട്ട് മാറണോ? എല്ലാവരും സർവീസായിട്ട് മാറാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു മുമ്പോട്ട് പോകേണ്ടത് അനിവാര്യതയാണ്. ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്, സാറേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാ, മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാ. ഇല്ലടാ, നമുക്കവിടെ എന്തൊക്കെയാ ഉള്ളത്? GK 80 മാർക്കിനും 20 മാർക്കിന്റെ മാത്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി ഒരു 7ാം ക്ലാസ് നിലവാരത്തിൽ നമുക്ക് മനപ്പാഠം പഠിച്ചുകൊണ്ട് വിടാവുന്ന കുറെ അധികം GK ഭാഗങ്ങളുണ്ട്. അതങ്ങോട്ട് നന്നായിട്ട് പഠിക്കുക. സിലബസ് വേണോ? താഴെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യും, സിലബസ് അയച്ചു തരാം. ആ സിലബസ് നോക്കിയിട്ട് ഏറ്റവും ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥിക്ക് ഈ പരീക്ഷ ഉറപ്പിക്കാം. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മെസ്സേജ് ആണ്, സാറേ ഞങ്ങള് ഈ പറയുന്ന പോലെ GK എങ്ങനെയെങ്കിലുമൊക്കെ വായിച്ചങ്ങ് പഠിച്ചോളാം, ഞങ്ങൾക്ക് മാത്സ് ആണ് ഭയങ്കര ബുദ്ധിമുട്ട്, ഞങ്ങൾ പണ്ട് മാത്സ് ഭയങ്കര വീക്കായിരുന്നു, ഇപ്പൊ LGS പരീക്ഷയിലേക്ക് പോകുമ്പോഴും മാത്സിനകത്തെ ഏറ്റവും അടിസ്ഥാനപരമായുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമല്ലോ, അതുപോലും ഞങ്ങൾക്ക് പലപ്പോഴും എത്തിച്ചേരാൻ പറ്റുന്നില്ല. മക്കളെ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ മാത്സിലെ ചോദ്യങ്ങളെല്ലാം വളരെ വളരെ നിലവാരം കുറഞ്ഞ ചോദ്യങ്ങളാണ്. ഒരു 7ാം ക്ലാസ്സുകാരൻ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ, ഉറപ്പിക്കാം. ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, LCM ആൻഡ് HCF, അതുപോലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ദശാംശ സംഖ്യ, ഭിന്നസംഖ്യ, വർഗം, വർഗമൂലം, പിന്നെ ഈ പറയുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ വളരെ അങ്ങനെ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട് നമ്മുടെ സിലബസിനകത്തുണ്ട്. അങ്ങനെ വളരെ സിമ്പിൾ ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ സിലബസിനകത്ത്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ പഠിച്ചു മാറാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങൾ ഈ പറഞ്ഞതിന് ശേഷം നമ്മൾ തുടക്കം മുതൽ കമ്പനി ബോർഡ് LGSന്റെ ഈ പറയുന്ന സിലബസ് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ നിങ്ങൾ പറഞ്ഞത് സ്ഥിരമായിട്ട് മാത്സിന്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ സ്ഥിരമായിട്ട് മാത്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല യൂട്യൂബിനകത്ത്. കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിന്റെ വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടത്. അത് തുടർന്ന് നമ്മൾ പ്ലേ ചെയ്യാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടുന്ന് കുറച്ച് പഠിച്ച് ഇവിടുന്ന് കുറച്ച് പഠിച്ച് അങ്ങനെ പോയിട്ട് കാര്യമില്ല പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മൾ ഇനിയും മാത്സിലെ ഓരോ ടോപ്പിക്കുകൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തൊട്ടടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ വരികയാണ്. ഇന്നൊരു ഓറിയന്റേഷൻ ആണ്, ഒരിക്കലും വഴിതെറ്റി പോകരുത്. നന്നായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇതൊരു അവസാന സാധ്യതയായിട്ട് മുമ്പിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നത്. അപ്പോ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാത്സിനകത്ത് എന്ത് സജഷൻ ഉണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. അതനുസരിച്ചുള്ള വീഡിയോ അടുത്ത് നമ്മുടെ റിക്വയർമെന്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് നമ്മുടെ വീഡിയോ ആയിട്ട് മാറുകയും ചെയ്യും. ഇനി പിന്നെ മറ്റുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ, സാറേ ഞങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ തരാമോ എന്നുള്ള ചോദ്യം. എടാ, ഒരു ഗൈഡ് ലൈൻ തരിക എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പല സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് CCയുടെ ഏറ്റവും പുതിയ കോഴ്സുകൾ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടും. അതായത് ഒന്നാമത്തെ ദിവസം നമ്മളിപ്പോ ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ ടൈം ടേബിൾ പ്രകാരം നമുക്ക് ഒരു 5 മാസത്തെ സമയമാണ് പഠിക്കാൻ കിട്ടുന്നത്. ആ 5 മാസം കൊണ്ട് ഈ പറയുന്ന എൻറ്റയർ സിലബസ് പൂർത്തീകരിച്ചുകൊണ്ട് റിവിഷൻ നടത്തുന്ന രീതിയിലെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS ബാച്ചുകൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ്. ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ ദിവസം എന്റെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് അതിനകത്ത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കമ്പനി ബോർഡ് LGS പരീക്ഷകളിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ ഇനിയും നിങ്ങൾ പഠനം തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും 5 മാസ സമയമുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയിലാണ് പരീക്ഷ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണ് പരീക്ഷ. അപ്പോൾ 5 മാസത്തെ സമയം നിങ്ങളുടെ മുമ്പിൽ ഇനിയും കിട്ടും. സോ അത് കൃത്യമായിട്ട് 5 മാസം എന്ന് പറഞ്ഞാല് 150 ഒരു 125 ദിവസം പിടിക്കട പിള്ളേരെ. ആ 125 ദിവസം ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമ്പനി ബോർഡ് LGSന്റെ അഡ്വൈസ് നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങൾ ആ അഡ്വൈസ് നിങ്ങളുടെ വീട്ടിൽ വരുന്ന നല്ല നിമിഷത്തിനെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. ആൾക്കാർ പലതും പറയും, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. സിലബസിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കിട്ടുന്ന പരമാവധി സമയം പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. റീലുകൾ തോണ്ടിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തത്തില്ല. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന സമയം എല്ലാം പഠിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു 4-5 മാസത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ, ജോലി കിട്ടും ഉറപ്പായിട്ടും. അപ്പോ നിങ്ങൾക്ക് ആ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ തരാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് അങ്ങ് പോവുക. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും അറിയണ്ട. മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ട് ഇവിടെ നിന്ന് എടുത്ത് ഈ നോട്ട് അവിടെ നിന്ന് എടുത്ത് അത് ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് ഇത് വായിച്ച് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിലെ ഒരു ഡയറക്ഷൻ ഇല്ല. എന്നാ പഠിക്കുന്നുണ്ടോ ഉണ്ട് താനും, എന്നാ ആ ഭേദപ്പെട്ട രീതിയിലുള്ള മാർക്ക് വരുന്നുണ്ടോ ഇല്ല താനും. പഠിക്കുന്നുണ്ടോ ഉണ്ട്, ആത്മാർത്ഥമായിട്ടാണോ ആണ്, പക്ഷേ മാർക്കില്ല. പഠിക്കേണ്ടതിനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കുന്നവർക്ക് മാത്രമേ വിജയത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ അറിവില്ലായ്മയല്ല ഈ പരീക്ഷയിൽ നമുക്ക് വിജയം കിട്ടാത്തത്. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് പരീക്ഷയ്ക്ക് അവർ ചോദിക്കുന്നുണ്ടോ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കമ്പനി ബോർഡ് LGS പരീക്ഷ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ പോലും പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഒന്ന് ആത്മാർത്ഥമായിട്ടിരിക്കുക. സോ നിങ്ങൾ ഈ ഒരു പരീക്ഷാ സാധ്യത അവസാന സാധ്യതയായിട്ട് മുമ്പിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ എല്ലാ സജഷൻസും ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ കണ്ട മുഴുവൻ ആൾക്കാരും നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും പങ്കുവെക്കുക. അതനുസരിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ തീർച്ചയായിട്ടും CCയോടൊപ്പം ഞാനും ഉണ്ടാവും. നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ ഒരുമിച്ച് കാണാം. ബൈ.